ഈ ലോകത്ത് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നേക്കാളും അപ്പുറമാണ് ഇത് കണ്ടതിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. ഈ മഹാന്മാരൊന്നും ഈ കണ്ടതിലല്ല വിശ്വസിക്കുന്നത്, കാണാത്തതിനെയാണ് വിശ്വസിക്കുന്നത്. കണ്ടത് ഒക്കെ ഒരു കാഴ്ച, കാണാത്തത് ഇതിലപ്പുറമുണ്ട്. അത് കാണാൻ ശ്രമിക്കുന്നവനാണ് മഹാൻ. ഈ കണ്ടത് ഇതൊന്നും നമുക്ക് സ്വന്തമല്ല. ഇത് ശരിക്കും തിരിച്ചറിവുണ്ടാവും അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല എന്നൊക്കെ ഉണ്ടാകുമ്പോഴല്ലോ ഒരാള് കാശിക്കൊക്കെ പോകുന്നത്. അങ്ങനെ കാശിക്കൊക്കെ പോകാൻ ഇഷ്ടമാണോ? എവിടെയും വണ്ടിയിലിരുന്ന് പോകാനൊക്കെ ഇഷ്ടമാണ്. എവിടെ പോയിട്ടും കാര്യമില്ല. എൻ്റെ കർമ്മം നന്നാവണം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നന്നാവും. രണ്ട് കാര്യത്തിൽ മാത്രമാണ് മനുഷ്യനെ നന്നാവുക, മോചനം കിട്ടുക. എന്താണെന്നറിയുന്നത്? ഒന്ന് ധർമ്മം, ഒന്ന് ദൈവത്തിനെ ധ്യാനിക്കുക, ഒന്ന് ധർമ്മം ചെയ്യുക. വല്ല പാവങ്ങൾ വരുമ്പോൾ ഭക്ഷണം വാങ്ങി കൊടുക്കുക. ഭക്ഷണം ഇപ്പോൾ ഇവരൊക്കെ ചെയ്യണമായിരുന്നു, നല്ല ഭക്ഷണം കൊടുക്കുക. വേണ്ടത് കയ്യിലുണ്ടെങ്കിൽ അത് മനുഷ്യന് കൊടുത്തോളണമെന്നില്ല, മുണ്ടാപ്രാണികൾക്ക് അതിന് കൊടുക്കണം. ഒന്ന് ആ മാർഗം, അല്ലെങ്കിൽ ഭക്തി മാർഗം. ഈ രണ്ട് മാർഗത്തിൽ കൂടി ഒരു മോചനം കിട്ടും. വേറെ എന്താ നിങ്ങൾക്ക് അറിയണ്ടത്? നമ്മൾ ദുഷ്പ്രവൃത്തി, നമ്മളെ മനസ്സ് ശരിയല്ലാതെ നമ്മൾ എവിടെ മുങ്ങിയിട്ടെന്താ കാര്യം?